ഹലോ ഫ്രണ്ട്സ്, കീ ഷോപ്പ് ഖത്തറിൽ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് മെർസറീസ് ബെൻസിൻ്റെ റിമോട്ട് 2022 മോഡൽ വണ്ടീൻ്റെ റിമോട്ട് വെള്ളത്തിൽ വീണാണ്. കസ്റ്റമർ കുളിക്കാനായിട്ട് പോയപ്പം ബീച്ചിൽ പോയപ്പം വീണാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ ഫുള്ള് ക്ലാവ് ഓടിച്ച് കിടക്കുന്നുണ്ട്, ഫുള്ള് ഷോർട്ടായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ റിമോട്ട് നമ്മളെന്ത് ചെയ്യണം, ഇത് റിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഫുള്ള് എന്ത് ചെയ്യാണ്, ക്ലീൻ ചെയ്യാൻ നമ്മൾ അടുത്ത ഇതുണ്ട്, ലിക്വിഡ് ഉണ്ട്, അത് ഉപയോഗിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുക ഫസ്റ്റ്. അതിന് ശേഷം എന്താക്കുക, നോക്കുക എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. മിക്കവാറും ഷോർട്ട് ആയതായിരിക്കും, കാരണം പുതിയ കസ്റ്റമർ ബാറ്ററിയും ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലൊന്നും ബാറ്ററി ആദ്യം മാറ്റി നോക്കരുത്. ഉള്ളിലത്തെ വെള്ളം കളയാതെ ബാറ്ററി ഒന്നും മാറ്റി നോക്കരുത്. ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഫുള്ള് റിപ്പയർ ചെയ്യുക. അതിന് ശേഷം ബാറ്ററി മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ, ഐസിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തീരെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിലേക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം, എന്നാലും അതിൻ്റെ വെള്ളങ്ങൾ ഫുള്ള് പോവുള്ളൂ. ഈ ഒരു ലിക്വിഡ് അടിച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം പോകും. കാരണം ഈ ലിക്വിഡ് എന്താ വെച്ചാൽ വേഗം നമ്മളിപ്പോൾ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ ഉണ്ടെങ്കിലും ഈ ലിക്വിഡ് അതിനെ മായ്ച്ച് കളയും, വെള്ളത്തിനെ ഉണക്കി കളയും. ഇപ്പം നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ബ്ലോവർ വെച്ചിട്ട് ഫുള്ള് ഹീറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തേക്ക് വെള്ളം ഒഴിവാക്കുന്നതാണ്. നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഷോർട്ടും ഇതൊക്കെ തീർന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ കസ്റ്റമർ റിമോട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓപ്പൺ ആക്കണം. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഇതിന് വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി വെക്കുമ്പോൾ എന്താവും, പൊട്ടി പോകും. ആ ഒരു പിന്ന് കണ്ടില്ല, ആ പിന്ന് കറക്റ്റ് ഇതിൻ്റെ ഗ്യാപ്പിൽ കയറ്റണം. കുറച്ചൊരു റിസ്ക്കാണ് അത് ഇടാൻ. സിമ്പിളാണോ, ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. പക്ഷേ നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബോർഡ് എന്താവും, ബോർഡ് മറ്റെന്തെങ്കിലും കമ്പോണൻസ് പോകും. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. ഓരോ സൈഡ് വെച്ചിട്ട് കറക്റ്റ് വെക്കണം. നേരാക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കി വെക്കുക. കാരണം പ്രസ്സാക്കരുത്, അധികം പ്രസ്സാക്കി കഴിഞ്ഞാൽ അത് പോയി പോകും. അപ്പം എന്ത് ചെയ്യുക, നല്ല ശ്രദ്ധിച്ചിട്ട് എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രം പ്രസ്സാക്കുക. ഓക്കെ, അപ്പോൾ എന്തായിട്ടുണ്ട്, പ്രസ്സായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ബാറ്ററി ഇടുന്ന സ്ഥലമാണത്, ബാറ്ററീൻ്റെ സ്പേസാണത്. നമ്മൾ നോക്കുക 20320 ബാറ്ററി. കറക്റ്റ് അതിൻ്റെ പൊസിഷൻ നോക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കുക. പൊസിഷൻ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് മാറ്റിയിടരുത്, മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് റിമോട്ടിലേക്ക് നല്ല ശ്രദ്ധിക്കണം. എന്താ പിന്നൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താ വെച്ചാൽ കറക്റ്റ് പ്രസ്സായിട്ടുണ്ടാവില്ല. കാരണം അത് ഒരു ഗമ്മിൻ്റെ പുറത്ത് ഓൾറെഡി കമ്പനിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒട്ടിച്ചിട്ടേക്കാറുണ്ടാവുക. അവിടെ നമ്മളെന്ത് ചെയ്യണം, ചെറുതായിട്ടൊരു ഗമ്മ് എന്ത് ചെയ്യുക, വലിച്ചെടുക്കുക. ചെറുതായിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യരുത്, ഇങ്ങനെ കണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഇടരുത്, ഉള്ളിലത്തെ ബോർഡൊക്കെ ഡാമേജ് ആവും. സൂപ്പർ ഗ്ലൂ ഒരിക്കലും റിമോട്ടും ഇടാൻ പാടില്ല. കാരണം ഉള്ളിലത്തെ എന്തെങ്കിലും സാധനം പ്ലാസ്റ്റിക് മാതിരിയാണല്ലോ, ഈ പ്ലാസ്റ്റിക് മുകളിലൊക്കെ സൂപ്പർ ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ ഉരുകി പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കമ്പോണൻസ് ഉണ്ടാവുക, ഡയോഡും ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കറക്റ്റ് ഇതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അവിടെ വരുന്ന എമർജൻസിക്ക് വെക്കുക ഒരാളുടെ, ആ ബട്ടൺ കറക്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അതും ശ്രദ്ധിക്കണം, നല്ല പ്രസ് ചെയ്ത് നമ്മൾ കൊണ്ട് വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പിന്നെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള ഫ്രണ്ട് ഭാഗത്തുള്ളത് ഒരു ചില്ല് പോലത്തെ ഒരു സാധനമാണ്. അധികം പ്രസ് ചെയ്യുമ്പോൾ ആ സാധനം ബട്ടണുകളൊക്കെ ചില്ല് പോലെ ചെറിയൊരു അധികം പ്രസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകും, ഡാമേജ് ആവും. പിന്നെ ഇതൊക്കെ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താവും, കസ്റ്റമർ നമ്മളെ പറയുക. ഓക്കെ, ഇപ്പോൾ അതാക്കണം, സ്ക്രൂ ഒക്കെ ഇട്ട് ഒറ്റൊരു സ്ക്രൂ അതിന് വരുന്ന സ്ക്രൂ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഊരുമ്പോൾ ഇതുപോലെ ഊരിയാൽ മതി. ഊരുന്നതിൻ്റെ വീഡിയോ ഇടാത്തത് എന്താ വെച്ചാൽ പറഞ്ഞില്ലേ, കസ്റ്റമർ നമ്മളെ ശ്രദ്ധിച്ച് ഊരണം. ഇങ്ങനത്തെയൊക്കെ ആ ഗ്ലാസ് പോലത്തെ സാധനമാണത്, ബട്ടനെ ശ്രദ്ധിച്ചിട്ട് ഊരണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് ബട്ടൺ നീങ്ങിപ്പോയതാണ്, അതുകൊണ്ടാണ് ആ ലൈറ്റ് കത്തിയത്. കറക്റ്റ് വർക്കിംഗ് ആണ്. ഈ സൈഡിലൊന്നും നെക്കിയാലൊന്നും അങ്ങനെ വർക്കാവില്ല, സെൻറ്ററിൽ നെക്കണം. ബട്ടൺ നീങ്ങി എന്നുള്ളതിൻ്റെ ഇത് കാണിക്കും, പക്ഷേ ഇതാക്കണം. കസ്റ്റമർക്ക് വണ്ടി ഇത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വണ്ടിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ മോഡലായതുകൊണ്ട് 2022 അല്ലേ. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. ഇത് എമർജൻസി കീ ഇടുന്ന സ്ഥലമാണത്. എമർജൻസി കീ ഇടുമ്പോൾ ആ ബട്ടൺ പ്രസ്സാക്കി കൊടുക്കുക. എമർജൻസി കീ ഊരുമ്പോഴും ആ ബട്ടൺ പ്രസ്സാക്കിയാൽ എമർജൻസി കീ ഊരി വരുള്ളൂ.
ഓക്കെ, ഇതാണ് റിമോട്ടിൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഇങ്ങനെ ഉണ്ടാവുക.